100 ഇൻറ്റു 83 ഇൻറ്റു 39 9 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര? നൂറ് ഇൻറ്റു 83 ഇൻറ്റു 39 ഇതിനെ 9 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര എന്നാ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം, 9 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കാം. അല്ലെങ്കിൽ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ കിടക്കുന്ന ഓരോ സംഖ്യയും സെപ്പറേറ്റ് ആയിട്ട് 9 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കാം. അതായത് 100നെ 9 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കാം. 9 1 0 9 1 ആ ശിഷ്ടം അങ്ങോട്ട് ഇരുന്ന് എഴുതിയേക്കാം. 83നെ 9 കൊണ്ട് ഹരിക്കപ്പോൾ എത്ര ശിഷ്ടം? അത് ഹരിച്ചു നോക്കേണ്ട ആവശ്യമില്ല. 81 83ൻ്റെ താഴെ നിൽക്കുന്ന 9ൻ്റെ മൾട്ടിപ്ലൈ 81നെ കളഞ്ഞിട്ട് ബാക്കി അങ്ങോട്ട് എഴുതിയാൽ മതി. അല്ലെ 9 കൊണ്ട് ഹരിച്ചോ, 9 9 81 ബാക്കി 2 ശിഷ്ടം. 39നെ 9 കൊണ്ട് ഹരിക്കപ്പോൾ ശിഷ്ടം നോക്ക്, 9 36 3 ശിഷ്ടം. ഇനി ഈ സംഖ്യകളെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. 3 ഇൻറ്റു 2 ഇൻറ്റു 6 അതായത് ഈ ശിഷ്ടങ്ങളെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 3 2 6 6 ഇൻറ്റു 1 6. ഈ 6 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് വെച്ചാൽ ഓപ്ഷൻ എ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സംഖ്യ ഈ 9നേക്കാൾ താഴാണെങ്കിൽ ഉത്തരവാകും. ഏതൊരു സംഖ്യയും ഇപ്പോൾ 9 കൊണ്ട് ഹരിക്കുക, അതിൻ്റെ ശിഷ്ടം 9 താഴെയുള്ള നമ്പറായിരിക്കും. എന്ന് വെച്ചാൽ ഈ ഇട്ടേക്കുന്ന 2 ഓപ്ഷൻ വേസ്റ്റ് ആണെന്ന് അർത്ഥം. ഓക്കെ, 9 കൂടി പോകത്തില്ല ശിഷ്ടം. 9 താഴെയുള്ള 6 ആണോ 5 ആണോ ഇതാണ് നമുക്ക് അന്വേഷിക്കേണ്ടിയിരുന്നത്. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ ചുമ്മാ പറയട്ടെ. 95 ഇൻറ്റു 174 ഇൻറ്റു 38 ഡിവൈഡ് ബൈ 11 ഇതിനെ 11 കൊണ്ട് ഹരിക്കപ്പോൾ ഉള്ള ശിഷ്ടം. നമ്മൾ എന്ത് ചെയ്യണം? 95നെ 11 കൊണ്ട് ഹരിച്ച് നോക്കുക. 11 8 88 ബാക്കി 7. അപ്പോൾ ഇവിടെ 7. 174നെ 11 കൊണ്ട് ഹരിച്ച് നോക്കുക. ഒരു 11 11 6 4 5 55 9. അപ്പോൾ 9 ശിഷ്ടം. ക്ലിയർ ആണേ? 38നെ 11 കൊണ്ട് ഹരിച്ച് നോക്കുക. 38 11 3 തവണ 11 3 31 ബാക്കി 5. ഇനി ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 9 7 63 63 ഇൻറ്റു 5 63 ഇൻറ്റു 5 35 ഇഷ്ടം 1 6 5 31 31 315 എന്ന് കിട്ടും. പക്ഷേ ഈ 315 ഒരിക്കലും ഇതിനെ 11 കൊണ്ട് ഹരിക്കപ്പോൾ ശിഷ്ടം വരത്തില്ല. അപ്പോൾ അത് 11 കൂടിപ്പോയി. അങ്ങനെയാണെങ്കിൽ അതിനെ വീണ്ടും നിങ്ങൾ 11 കൊണ്ട് ഹരിക്കണം. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ആയപ്പോൾ 315 കിട്ടുന്നു. അതിനെ 11 കൊണ്ട് ഹരിക്കുന്നു. 11 2 22 9 5 11 8 88 7 ശിഷ്ടം. അപ്പോൾ നമ്മുടെ ഉത്തരം ഇതിനകത്ത് 7 ആയിരിക്കും.